നമസ്കാരം. കൈവശമുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ആണവാക്രമണം നടത്തില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയും ചൈനയുമാണ്. ഇത് വെറും ഒരു സമാധാന പ്രഖ്യാപനമല്ല, മറിച്ച് ശത്രുക്കൾക്കുള്ള കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് ഇന്ത്യയെ ആരെങ്കിലും ആണവായുധം കൊണ്ട് ആക്രമിച്ചാൽ ആ രാജ്യം ലോക ഭൂപടത്തിൽ തന്നെ ഇല്ലാതാവാത്ത വിധം അതിശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുമെന്നതാണ് ഇതിന്റെ അർത്ഥം. ഇത്തരമൊരു നയം വിജയിക്കണമെങ്കിൽ ഇന്ത്യക്ക് സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉണ്ടെന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്തണം. അതായത് ഒരു ശത്രു രാജ്യം പെട്ടെന്നൊരു ദിവസം ഇന്ത്യയുടെ വിമാനത്താവളങ്ങളും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആണവാക്രമണത്തിലൂടെ തകർത്തു എന്ന് കരുതുക. അപ്പോഴും ഇന്ത്യയുടെ പക്കൽ അവശേഷിക്കുന്ന ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇന്ത്യയെ ആക്രമിക്കാൻ ശത്രു ഭയപ്പെടൂ. അതിനായി ആയുധങ്ങൾ ശത്രുവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കണം. ആയുധങ്ങൾ ഒളിപ്പിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം സമുദ്രത്തിന്റെ ആഴങ്ങളാണ്. ഇവിടെയാണ് ഇന്ത്യ ആണവ അന്തർവാഹിനികളുടെ പ്രസക്തി. കരയിലുള്ള മിസൈലുകളെ ശത്രുവിന്റെ ഉപഗ്രഹങ്ങൾ വഴി കണ്ടെത്താൻ കഴിഞ്ഞേക്കും. എന്നാൽ കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തുക അസാധ്യമാണ്. മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാൻ സാധിക്കുന്ന ഈ അന്തർവാഹിനികൾക്ക് ഇന്ത്യയുടെ കരഭാഗം മുഴുവൻ തകർക്കപ്പെട്ടാലും ശത്രുവിനെതിരെ മാരകമായ തിരിച്ചടി നൽകാൻ സാധിക്കും. ചുരുക്കത്തിൽ ആഴക്കടലിലെ ഈ അദൃശ്യമായ ആണവവാളും ഇന്ത്യയുടെ സമാധാന നയം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇത്രത്തോളം കരുത്താർജിക്കുന്നത്. സമുദ്രത്തിലെ ആഴങ്ങളിൽ ശബ്ദരഹിതമായി സഞ്ചരിക്കുന്ന ആണവ സബ്മറൈനുകളാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ രണ്ടാം ആക്രമണശേഷിയുടെ ഹൃദയം. ഉപഗ്രഹങ്ങൾക്കും റഡാർ സംവിധാനങ്ങൾക്കും എളുപ്പം കണ്ടെത്താനാവുന്ന കരസിലോളുകളോ യുദ്ധവിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സപ്ന അഥവാ ഷിപ്പ് സബ്മേഴ്സൽ ബാലിസ്റ്റിക് ന്യൂക്ലിയർ ഒരിക്കൽ സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ മാസങ്ങളോളം ലോകത്തോട് അദൃശ്യനായി കഴിയാൻ കഴിയും. സ്വന്തം ആണവ റിയാക്ടറിൽ നിന്നും വർഷങ്ങളോളം വൈദ്യുതി കിട്ടുന്ന ഈ സബ്മറീനുകൾ സിദ്ധാന്തപരമായി അനന്തമായി വെള്ളത്തിനടിയിൽ തുടരാം. പരിമിതികൾ ജീവനക്കാരുടെ ഭക്ഷണ വിതരണത്തിന്റെയും മാനവ സഹിഷ്ണുതയുടെയും പരിധിയിലാണ്. ഇന്ത്യയുടെ കയ്യിലുള്ളത് എല്ലാ ആണവ സംവിധാനങ്ങളും ശത്രുവിന്റെ ആദ്യ ആക്രമണത്തിൽ ഇല്ലാതാക്കിയാലും ഈ കടലിന്റെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഒരു സബ്മറൈനിൽ നിന്നുമുള്ള തിരിച്ചടിയാണ് ശത്രുവിന് ആത്മഹത്യാപരമായ നഷ്ടം കൊണ്ടുവരിക. അത് ഇന്ത്യയുടെ NFU നയത്തിന് ജീവൻ പകരുന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് INS അരിഹന്തും INS അരിഹട്ടും എന്ന രണ്ട് SSBNകൾ സജീവ സേവനത്തിലാണ്. മൂന്നാമത്തേത് INS അരിധമാൻ. ഇത് പരീക്ഷണ ഘട്ടത്തിലാണ്. കൂടുതൽ വേഗത്തിൽ സേവനത്തിലേക്ക് വരും. നാലാമത്തെ ബോട്ട് കൂടി കടലിലെത്തുമ്പോൾ ഇന്ത്യക്ക് പൂർണ്ണമായി ഓപ്പറേഷൻ ന്യൂക്ലിയർ ത്രയം, പ്രത്യേകിച്ച് ഉറപ്പുള്ള സെക്കൻഡ് സ്ട്രൈക്ക് നേവൽ ആരംഭിക്കും. കാരണം 4 ബോട്ടുകൾ ഉണ്ടായാൽ ഒരാൾ എപ്പോഴും കടലിൽ പെട്രോളിംഗ് നിലയിലായിരിക്കും. മറ്റൊന്ന് ഡ്യൂട്ടി മാറുന്ന ഘട്ടത്തിൽ, മൂന്നാമത്തേത് അറ്റകുറ്റപ്പണികൾ, നാലാമത്തേത് പരിശീലനത്തിനോ റിസർവോ ആയിരിക്കും. ഇതാണ് യഥാർത്ഥ ഡിസ്റ്റൻസ്. ശത്രു ആദ്യാക്രമണം നടത്തിയാലും ഇന്ത്യ തിരിച്ചടിക്കും. ഉറപ്പോടെ ഒരു അന്തർവാഹിനി എന്നത് വെറും ഒരു വിക്ഷേപണ തറ മാത്രമാണ്. അതിന് യഥാർത്ഥ കരുത്തു പകരുന്നത് അതിനുള്ളിലെ മിസൈലുകളാണ്. ഇതിനെ SLBM അഥവാ അന്തർവാഹിനിയിൽ നിന്നും തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ ആദ്യകാല മിസൈലായ K-15 വെറും 750 കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരിഹന്ത് ആദ്യമായി സർവീസിലെത്തിയപ്പോൾ ഇതാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഒരു പുതിയ അധ്യായം തുറന്ന് K4 SLBM ആണ് ഏകദേശം 3500 കിലോമീറ്റർ റേഞ്ച്. ഇതോടെ ഇന്ത്യ, ബംഗാൾ ഉൾക്കടൽ പോലുള്ള സ്വന്തം സുരക്ഷിത ജലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ചൈനീസ്, പാകിസ്ഥാൻ ലക്ഷ്യങ്ങളെ എത്തിച്ചേരാൻ സാധിക്കും. ഭാവിയിൽ വരാനിരിക്കുന്ന K6 മിസൈലുകളും 5000 കിലോമീറ്ററിലധികം ദൂരം കൈവരിച്ചേക്കും. അവയ്ക്ക് വേണ്ടി SS ക്ലാസും SSBNകളും നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾ ലോകത്തിന്റെ കണ്ണിൽ പെടാതെ സമുദ്രത്തിന്റെ അജ്ഞാത ആഴങ്ങളിൽ നിശബ്ദമായി പട്രോളിംഗ് നടത്തുന്നു. ഈ അന്തർവാഹിനികൾക്ക് അവയുടെ ആണവ മിസൈലുകൾ പ്രയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യക്ക് നേരെ ഒരു ആണവാക്രമണം നടത്താൻ ഏതെങ്കിലും രാജ്യം മുതിർന്നാൽ അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കനത്ത താക്കീത് കൂടിയാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടായാൽ സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിൽ നിന്നും
അതിശക്തമായ പ്രത്യാക്രമണം തൊടുത്തുവിടും. ഈ അന്തർവാഹിനികൾ എപ്പോഴും അതിന് സജീവമാണ്.